എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ, എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ. വേറെ ആരുമല്ല, ലക്ഷ്മി ബോബനാണ് എന്നോടൊപ്പം. ചേച്ചി നമസ്കാരം. സെൻട്രിക് ആയിട്ടുള്ള അസൂയപ്പൂക്കൾ എന്നായിരുന്നു ആ സീരിയലിന്റെ പേര്. അതിലത്തെ മെയിൻ അസൂയപ്പൂ കുശുംബിയായ ഒരു ക്യാരക്ടറുണ്ട്, അതിലാ എന്നെ കാസ്റ്റ് ചെയ്തത്. നമ്മൾ സ്ക്രീനിൽ കണ്ട നാൾ മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്ന് 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നീട് പിന്നോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അതെ, യെസ്, ദിസ് ഇസ് മൈ ജേർണി. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. ആടി വാ കാറ്റി, പാടി വാ കാറ്റി, ആയിരം പൂക്കൾ നുള്ളി വാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സീരിയലിലുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ, എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ. വേറെ ആരുമല്ല, ലക്ഷ്മി ബോബനാണ് എന്നോടൊപ്പം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ തുടക്കം പറഞ്ഞ പോലെ എത്ര കാലം കാത്തിരുന്നല്ലേ? കൃത്യം ഒരു വർഷമാവുന്നു നമ്മള് ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ വന്നു. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ സ്ക്രീനിൽ കണ്ട നാൾ മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. എന്താണ് ഇതിന്റെ രഹസ്യം? അതും പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. മാറ്റങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അത് മറ്റുള്ളവർ കാണാത്തോണ്ടായിരിക്കാം. മനസ്സ് നന്നായാൽ മതി. ഇപ്പൊ നമ്മൾ പിന്നെ എത്ര ഏജ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ബേസിക് നേച്ചർ മാറില്ലല്ലോ. അതിലെനിക്ക് ഗ്യാരണ്ടി പറയാം. അല്ലാതെ നമ്മളെ എക്സ്റ്റേണൽ ചേഞ്ചസിന് നമ്മൾ ഉത്തരവാദികളല്ലല്ലോ. നമ്മൾ ആസ് എ പേഴ്സൺ മാറാതിരിക്കുക എന്നുള്ളതാണ്. അതെന്റെ കയ്യിലാണ്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സ്നേഹിക്കുക. ഇപ്പൊ എത്ര വർഷം സീരിയൽ മേഖലയിലുണ്ട്? എനിക്ക് തോന്നുന്നു 25 years ആയി. സീരിയലിൽ വരുമ്പോൾ മോർ ദാൻ 25, ഫിലിമിൽ 25 years. അപ്പൊ 25 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. അല്ല. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും കളിച്ചു വളരുന്ന സമയത്തും ഒരിക്കലും നമ്മളിങ്ങനെ 10 പേര് അറിയുമെന്നോ ഒരു മേഖലയിൽ വരുമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ഈ മേഖലയുടെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എൻ്റെ അച്ഛനാണ്. ഞാൻ കണ്ണൂർ സ്വദേശക്കാരിയാണ്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചകളും സിനിമകൾ മാറുന്നുണ്ടെങ്കിൽ, ആ കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണെങ്കിൽ അച്ഛൻ ഞങ്ങളെ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പം സിനിമ അല്ലെങ്കിൽ കലാരംഗമായിട്ട് ഒരു ചെറിയൊരു അട്രാക്ഷൻ ഉള്ള ഫാമിലിയാണ്. പക്ഷെ അതൊരിക്കലും ഞാൻ ഈ രംഗത്തേക്ക് വരുന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇറ്റ് ഹാപ്പൻ. ഡെസ്റ്റിനി എന്ന് പറയില്ലേ, നമ്മൾ ഇന്ന രീതിയിലേക്ക് ചെന്നെത്തണം എന്ന് ആദ്യമേ മേളിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വന്നെത്തി. അതിന് ചില ആൾക്കാർ നിമിത്തമായി, ഒരു നിയോഗമായി മാറിയിട്ടുണ്ട്. ഇതിലോട്ട് എത്തുന്നത് എങ്ങനെയാ? ട്രിവാൻഡ്രം വിമൻസ് കോളേജ് പഠിക്കുന്ന സമയത്ത് സൂര്യ ടിവിയുടെ ലോഞ്ച് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പുതിയ ആങ്കേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ കൂട്ടുപോയതായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്താലോ. അങ്ങനെ നോക്കി, അങ്ങനെ ആങ്കറിംഗിൽ സ്റ്റാർട്ട് ചെയ്തു. അവതാരികയായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്നത്, എൻ്റെ ഡാൻസ് ടീച്ചറെ അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡാൻസ് പഠിക്കാൻ വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ കൈരളി ടിവിയുടെ ലോഞ്ചിന്റെ സമയത്ത് അവരുടെ പുതിയ ഒരു സീരിയലിലേക്ക് 3 പ്രധാന കഥാപാത്രങ്ങൾ വേണം. അപ്പം അങ്ങനെ പുതുമുഖങ്ങളെ തേടിയ സമയത്ത് എൻ്റെ ടീച്ചർ, ലത ടീച്ചറാണ് പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ ഒരു കുട്ടീൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ്, നിങ്ങൾ വന്ന് നോക്കൂന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം എന്നെ കാസ്റ്റ് ചെയ്യാൻ വന്നത് വളരെ നിഷ്കളങ്കമായ ഒരു ക്യാരക്ടർ, 3 ക്യാരക്ടേഴ്സ് ആണല്ലോ. അതിലൊരു ഊമയായ നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ ക്യാരക്ടറിനാണ് വന്നത്. പക്ഷെ എന്തോ വന്ന് എൻ്റെ വർത്തമാനം ബഹളങ്ങളൊക്കെ കണ്ടപ്പോൾ അതിലത്തെ സെൻട്രിക് ആയിട്ടുള്ള അസൂയപ്പൂക്കൾ എന്നായിരുന്നു ആ സീരിയലിന്റെ പേര്. അതിലത്തെ മെയിൻ അസൂയപ്പൂ കുശുംബിയായ ഒരു ക്യാരക്ടറുണ്ട്, അതിലാ എന്നെ കാസ്റ്റ് ചെയ്തത്. ഈ കുട്ടിക്കാലത്ത് ഒരു കുറുമ്പിയായിരുന്നോ? സ്വാഭാവികം. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ അത്യാവശ്യം തലതെറിച്ച സാധനം ഞാനാണ്. സ്കൂളുകളിലും അത്യാവശ്യം പ്രിൻസിപ്പൽ റൂമിന്റെ വെളിയിൽ നിന്ന ഒരു ആളാണ് ഞാൻ. ഞാൻ ചേച്ചിയെ പറ്റി കേട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ സുഹൃത്ത് പറഞ്ഞാണ് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാവരുമായിട്ട് സന്തോഷിച്ച് ചിരിച്ചു കളിച്ചിരിക്കാനുമാണ് ഏറ്റവും ഇഷ്ടം. സീരിയസ്ലി, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് സന്തോഷിക്കാം. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഭയങ്കര എപ്പോഴും നമ്മുടെ സന്തോഷം മാത്രം നോക്കണം എന്നല്ല പറയുന്നത്. കാരണം അതൊരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് തുല്യമാവും. ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമുക്ക് സന്തോഷിക്കാമല്ലോ. അതെ. ഇന്ന് 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നീട് പിന്നോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഹാപ്പിയാണ്. അതെ, കാരണം ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ കുറച്ചും കൂടി വേറെ ഒരു ലെവലിലേക്ക് എത്താമായിരുന്നു എന്ന് തോന്നുമെങ്കിലും യെസ്, ദിസ് ഇസ് മൈ ജേർണി. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. ഈ സാധാരണ എല്ലാവരും
പണ്ട് കാലങ്ങളിലൊക്കെ സീരിയലിൽ വരുന്നത് സിനിമയിലോട്ട് ഉള്ളൊരു എൻട്രിക്ക് വേണ്ടിയാണ്. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വരുന്നത്. അല്ല, ഞാൻ സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സീരിയൽസ് ആണ് ചെയ്തിരുന്നത്, അതിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത്. പക്ഷെ സിനിമ ചെയ്യുന്ന സമയത്തും സീരിയലിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഓക്കെ, ആ സമയത്തും ഞാൻ രണ്ടും സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോകുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ. ഈ രണ്ടും നമ്മൾ വ്യത്യാസം എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്, ഫിലിമും സീരിയലും? ബജറ്റിന്റെ ഒരു വ്യത്യാസം ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട്. കാരണം സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നതും സീരിയലിന്റെ ബജറ്റ് എന്ന് പറയുന്നത് മറ്റേ ആനയും അണ്ണാനും ആടും എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്കിത് കിട്ടുന്ന ഫുഡിന്റെ ആണെങ്കിലും ശരി, കിട്ടുന്ന സ്പേസിന്റെ ആണെങ്കിലും ശരി, വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു കഥാപാത്രം പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സീരിയലാണ്. ഓക്കെ, സിനിമയിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അതാണ് ഞാൻ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. ഈ നമുക്കൊരു സ്ഥലത്ത് എത്തപ്പെടാം, ഈ നിലനിൽക്കാൻ ഭയങ്കര പാടാണോ? നിലനിൽപ്പ് ഒരു പ്രശ്നം തന്നെ. അത് ഏത് ജോലിക്കും ബാധകമല്ലേ. നമ്മളതിന് ഓരോ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഓരോ ലെവലിലും മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ജോബാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കണ്ടത് എൻ്റെ അച്ഛനെയാണ്. കാരണം അച്ഛൻ ബാങ്ക് ഓഫീസറായിരുന്നു. സോ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ ഓരോ എക്സാംസിന് വേണ്ടിയിട്ട് രാത്രി ഉറക്കങ്ങളിരുന്ന് പഠിക്കുന്നതും ഓരോ പ്രൊമോഷന് വേണ്ടി കാത്തു നിൽക്കുന്നതും ഓരോ പ്രൊമോഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. സോ എല്ലാ ജോലിയിലും ഒരു അപ്ഗ്രേഡ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു അടിപൊളി ഒരു പാട്ട് കേൾക്കാം. പഠിക്കോ? ഓ, ഞാൻ പറയാന്നാണോ? ഒരു വാക്ക് നേരത്തെ പറയണ്ടേ? ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല, പഠിക്കോ. ആടി വാക്കാറ്റി പാടി വാക്കാറ്റി ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നു ഞാലാടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ ലാലാലാ. പോരെ? അവതാരിക, പാട്ടുകാരി, അഭിനേത്രി, ഇതിൽ എന്ത് വേണം മോനെ? അതെ, അത്യാവശ്യം ഡാൻസും. എന്തിനാ ഞാനായിട്ട് ഇനി തള്ളാതിരിക്കുന്നല്ലേ? ഭർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ അത്ര ചങ്കുവാണോ? നമ്മള് 24 hours ഈ പറയുന്ന പോലെ ചങ്ക് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ബേസ് സാധനമുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഞാൻ എന്നും എനിക്കൊന്ന് എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം തന്നെ, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹസ്ബൻഡും വൈഫും ഒരുപോലെ ശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വൈഫ് മാത്രം സാക്രിഫൈസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രം സാക്രിഫൈസ്, ദാറ്റ് ഡസന്റ് വർക്ക്. ഒരുപോലെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു കൂട്ടരും ചിന്തിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ പ്രണയമല്ല വിവാഹ ജീവിതം എന്ന് കേട്ടിട്ടുണ്ട്, യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. കാരണം പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം ഒരാളുടെ സ്വഭാവം അറിയുന്നില്ലല്ലോ. നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഒരു പക്ഷെ കാണുന്ന സമയങ്ങൾ നമ്മൾ ഭയങ്കര പോളിഷ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കും നമ്മുടെ പാർട്ട്ണർ കാണുന്നുണ്ടാവുക. പക്ഷെ വൺസ് നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മുടെ നല്ല വശവും മോശം വശവും ഒക്കെ തിരിച്ചറിയുന്നത്. പക്ഷേ ഇപ്പം നല്ല വശമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകും. ഇന്ന് മാധ്യമങ്ങളും പത്രങ്ങളും എടുത്തു നോക്കുമ്പം ഒരുപാട് കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രണയ നൈരാശ്യം കൊണ്ട് പ്രണയം ഇല്ലാതാവുമ്പോൾ ശരിക്കും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള എന്താ? ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ഒരാൾ കാരണം നമ്മുടെ ലൈഫ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉപദേശിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നതാണ് ടഫ്. ഇപ്പം എനിക്ക് ആരോടും എന്ത് ഉപദേശിക്കാം, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ, അതായത് ഏത് സിറ്റുവേഷനിലാണ് ഒരു വ്യക്തി ഗോ ത്രൂ ചെയ്യുന്നത് അത് അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ഇനി ആരും നമ്മുടെ കൂടെ ഇല്ല എന്ന് കരുതിയാൽ ലൈഫ് മുന്നോട്ട് പോവുക, അല്ലേ? അല്ലാതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ബട്ട് ഈ പറയുന്ന കൂട്ടത്തിൽ യെസ്, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ഒരു തലവേന, വയറുവേന, കാലുവേന എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നമുക്ക് മടിയില്ല. നേരെ വെച്ച് മെൻ്റൽ ഹെൽത്തിന് ആളുകൾ വളരെ എന്താ പറയുക, വേറെ രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണുക, ഡോക്ടറെ കാണുക, ട്രീറ്റ് ചെയ്യുക. അതും ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഫേസാണ്. അതും കടന്നു പോകുന്നുള്ളതാണ്. ഈ സമയവും കടന്നു പോകുന്നുള്ളതാണ്. പിന്നെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനെ ഡീൽ ചെയ്യാമെന്ന്, സപ്രസ് ചെയ്തിരിക്കുക എന്നുള്ളതല്ല. യു ഗോ ത്രൂ ദാറ്റ്. അപ്പം എല്ലാം ശരിയും. നമ്മൾ പറയില്ലേ, ഇഫ് എൻഡ് ഓഫ് ദ ടണൽ ലൈറ്റ് അല്ലെങ്കിൽ അത് എൻഡ് അല്ല എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. പുതിയ പ്രൊജക്റ്റുകളൊക്കെ എന്താണ്? പുതിയ പ്രോജക്റ്റ് ഇപ്പം ഞാൻ ചെറിയൊരു മൂവി ജൂഡിൻ്റെ മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്തു. പിന്നെ 1-2 പ്രോജക്ട്സ്
പറഞ്ഞിരിക്കുന്നു. പിന്നെ നല്ലൊരു പ്രോജക്റ്റ് കയ്യിൽ നിന്ന് പോയി. പക്ഷെ ഈ പറയുന്ന പോലെ അതേതായിരുന്നു? അല്ല, അത് തൽക്കാലം പറയുന്നില്ല. കാരണം പാസ്റ്റ് ഇസ് പാസ്റ്റ്. അതാ പറയുന്നത്, നമുക്ക് ഭയങ്കര വിഷമമുള്ള ഫേസ് ഉണ്ടെങ്കിലും യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അത് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും അത് എനിക്കല്ലായിരുന്നു വിധിച്ചത്, അത് വേറൊരാൾ ചെയ്തു. സോ അത് അവർക്കായിരുന്നു വിധിച്ചത്. സംഭവിച്ചത് സംഭവിക്കാനിരിക്കുന്നത് നല്ലത്. ഇതിനേക്കാൾ നല്ലത് എന്നെ തേടി വരാനിരിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കും. ഒരു സർപ്രൈസ് എന്തെങ്കിലും പൊട്ടിക്കാനുണ്ടോ? ഇല്ല, അതായിരുന്നു സർപ്രൈസ്. പക്ഷെ അത് നടന്നില്ല. ഓക്കെ, അതിന് വിഷമമൊന്നുമില്ല? വിഷമമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് തെറ്റായിപ്പോകും. പക്ഷേ നമ്മളതിനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ സൗന്ദര്യവും ഈ സ്നേഹവും ഞങ്ങൾ മലയാളി പ്രേക്ഷകര് ആഗ്രഹിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.